ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യയുഗങ്ങൾ. ആയിരം ദൂതന്മാർ ശുശ്രൂഷ ആയിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം ലഭിക്കുമെന്റെ പ്രിയനുമായി വാഴും സമയം. നിത്യാനന്ദത്താലൻ ഹൃദയവാദിനം നിത്യാനന്ദത്താലൻ ഹൃദയവാദിനം കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമായി. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. കാന്തനും കാന്തയും കല്യാണശാലയിൽ കാന്തനും കാന്തയും കല്യാണശാലയിൽ എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി. ലഭിക്കുമന്നേനീ നിക്ഷേപം ലഭിക്കുമന്നേനീ നിക്ഷേപം പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി പ്രമോദമായി വാണിടും ഞാൻ യുഗായുഗങ്ങളായി. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട് ഒരു കുറവ് നിനക്കുണ്ട്. വൺ തിങ് യു ലാക്ക്. കർത്താവ് സ്നേഹമുള്ളത് കൊണ്ട് മാത്രം ആ യുവാവിനോട് പറഞ്ഞു കൊടുത്തതാണ്, ഒരു കുറവ് നിനക്കുണ്ട്.
ഒരു കുറവ് നിനക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് എല്ലാവരോടൊന്നും പറഞ്ഞു കൊടുത്തില്ല. പക്ഷേ കർത്താവ് സ്നേഹിച്ച ആ വ്യക്തിയോട് കർത്താവ് പറഞ്ഞു കൊടുത്തു, ഒരു കുറവ് നിനക്കുണ്ട്. ആ കാര്യം പിന്നെ നിങ്ങളെ ഓർപ്പിക്കുവാനാണ് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. നമുക്ക് ഒരു കുറവുണ്ട്. ആ കുറവ് ഏതാണെന്ന് അറിയണം. ഒരു കുറവ് നിനക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നാം തന്നെത്താൻ വഞ്ചിക്കുന്നവരാണ്. തന്നെത്താനെ വഞ്ചിച്ചു കളയുന്നു. മറ്റുള്ളവരെ വഞ്ചിക്കുന്നതല്ല, പണത്തിൻ്റെ കാര്യത്തിലുള്ള വഞ്ചനയല്ല. തന്നെത്താനെ വഞ്ചിക്കുന്നു. ഏത് കാര്യത്തിലാണ് തന്നെത്താനെ വഞ്ചിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് തന്നെത്താനെ വഞ്ചിക്കുന്നത്. ഏതാണ് ആ വിഷയം? ഏതാണ്? 1 കൊരിന്ത്യർ 6:9 വായിച്ചു നോക്കാം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നു. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കണം. എന്ത് ചെയ്യണം? ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിലെല്ലാം മനുഷ്യൻ വഞ്ചിക്കുകയാണ്. ഇവിടെ ഈ സ്വഭാവമെല്ലാം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ ദൈവരാജ്യത്തിൽ എത്തുമെന്ന് മനുഷ്യൻ തന്നെത്താനെ ചിന്തിക്കുകയാണ്. അപ്പോസ്തലൻ പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അടുത്ത വാക്യം. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നാം ദൈവരാജ്യത്തിൽ എത്തുന്നത്. മനുഷ്യൻ സ്വയം വഞ്ചിക്കുന്നവനാണ്. ഞാൻ ദൈവരാജ്യത്തിൽ എത്തുമെന്ന് വൃഥാഭിമാനിക്കുന്നവനാണ് മനുഷ്യൻ. വൃഥാ ചിന്തിക്കുന്നവനാണ്. തൻ്റെ സ്വഭാവത്തെ നോക്കിയിട്ടല്ല, തൻ്റെ പള്ളിയെ നോക്കി, വഴിപാടിനെ നോക്കി, താൻ നേർച്ച നടന്ന് നോക്കി, അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പാടുന്ന പാട്ടിൻ്റെ ഈണമൊക്കെ കേട്ട് അതൊക്കെ കേട്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്നവനാണ് മനുഷ്യൻ. അതാണ് സ്വയവഞ്ചന. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വൈദികർ പാടുന്ന പാട്ടിൻ്റെ ഈണം കൊണ്ടോ അവർ വായിക്കുന്ന പ്രമേയോനും സുതറായും കൊണ്ടോ നിന്റെ പെരുന്നാൾ കൊണ്ടോ നേർച്ച കൊണ്ടോ നിനക്ക് ലഭിക്കുന്നതല്ല ദൈവരാജ്യം. ദൈവരാജ്യം ലഭിക്കണമെങ്കിൽ പാപം വിട്ട് വിശുദ്ധനായി തീരണം. മദ്യപാനം ഉപേക്ഷിച്ച് വിശുദ്ധനായി തീരണം. വൃഥാഭിമാനിക്കരുത്. ജീവനുള്ള ദൈവം തൂക്കി നോക്കുന്നവനാണ്. ദൈവം തൂക്കി നോക്കിയ ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 26-27 നമുക്ക് വായിച്ചു നോക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 26-27 വായിച്ചു നോക്കാം. മെനെ മെനെ തെക്കേൽ ഉർഫുസീൻ. കാര്യത്തിന്റെ അർത്ഥമാവിത്. മെനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ദൈവം നിന്നെ തൂക്കി നോക്കി. പ്രിയപ്പെട്ടവരെ, ദൈവം തൂക്കി നോക്കി. എന്താണ് ആ രാജാവിന്റെ ചരിത്രം? നമുക്കൊന്ന് വേഗം വായിക്കാം. ആ അധ്യായം തന്നെ ആദ്യത്തെ 6 വാക്യങ്ങളങ്ങ് വായിക്കാം. 1 മുതൽ 6 വരെയുള്ള വാക്യം വായിച്ചു നോക്കാം. ബേൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി അവർ കാണുകെ വീഞ്ഞു കുടിച്ചു. ബേൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു രാജാവ് മദ്യം കഴിച്ച് രസിക്കുന്നൊരവസ്ഥ. രാജകൊട്ടാരത്തിൽ അതൊക്കെ നടക്കും. രാജകൊട്ടാരത്തിൽ മദ്യം കഴിക്കുന്നു, രസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതല്ല വിഷയം. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു. എന്തായിരുന്നു അതിന്റെ 3-ാമത്തെ വാക്യം? അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും ദൈവത്തിന് വേണ്ടി വേർതിരിച്ചത് അശുദ്ധമായതിന് ഉപയോഗിച്ചു. ദൈവത്തിന് വേണ്ടി വേർതിരിച്ചത് അവിഹിതമായതിനു വേണ്ടി ഉപയോഗിച്ചു.
അവിടെയാണ് ദൈവം അവനെ തൂക്കി നോക്കി, ദൈവത്തിനു വേണ്ടി വേർതിരിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം, മനുഷ്യൻ, ക്രൈസ്തവന്റെ, മാമോദീസാമങ്ങയുടെ ക്രിസ്ത്യാനി, മൂറോന്റെ മുദ്രയേറ്റവന്റെ ക്രിസ്ത്യാനിയെ, നിന്റെ ശരീരം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. അത് അവിഹിതത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ, അത് അശുദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ, സഭാപിതാക്കന്മാർ എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ കൽപ്പനയോട് സഭാപിതാക്കന്മാർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: മാമോദീസ ഏറ്റിട്ടും ആ മാമോദീസ ഏറ്റതായ ആ മനോഭാവത്തോടെ ജീവിക്കാത്തവർ, ഞാനൊരു മാമോദീസ ഏറ്റ സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, വിശുകായെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് സമർപ്പണം പറഞ്ഞ് മാമോദീസ ഏറ്റ ക്രൈസ്തവൻ ആ മാമോദീസായുടെ അനുഭവത്തിൽ ജീവിക്കാതെ വന്നാൽ, അവൻ മരിച്ചു കഴിയുമ്പോൾ മാലാഖ വന്ന് അവന്റെ നെറ്റിയിൽ നിന്ന് ആ മൂറോന്റെ മുദ്ര മാച്ചു കളയുന്നു. ദൈവത്തിനുള്ളവൻ എന്നുള്ളതാണ് മൂറോന്റെ മുദ്ര. ഇവൻ ദൈവത്തിനുള്ളവൻ, ഇവൻ ദൈവത്തിന് വേണ്ടിയുള്ളവൻ, അതാണ് മൂറോന്റെ മുദ്ര. മരിച്ചു കഴിയുമ്പോൾ മാലാഖ വന്ന് ആ മുദ്ര മായ്ച്ചു കളയുമെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം നാം ഓർത്തുകൊള്ളണം. ഇതെല്ലാം മാറിപ്പോകുന്നതാണെന്നുള്ളൊരു കാര്യം ഓർക്കണം. ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരാതെ ഈ ശരീരം അതിൻ്റെ വിശുദ്ധി സൂക്ഷിച്ചില്ല എങ്കിൽ, സഹോദര, നിന്റെ കഷ്ടകാലം നീ ഓർത്തുകൊള്ളണം. നിന്റെ ദൈവം നിനക്ക് തന്ന ശരീരം നീ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അത് അവിഹിത കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ദൈവമക്കളെ, എത്ര പേര് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ നിന്ന് പിശാച് മാറുന്നില്ല? കുടുംബങ്ങളിൽ നിന്ന് രോഗവും ഭാരവും ഭിന്നത മാറുന്നില്ല? എന്താണ് മാറാത്തതിന്റെ കാരണം? പിശാചിനൂടെ അവകാശമുണ്ട്. പിശാചിന് അവകാശമുള്ളത് കൊണ്ടാണ് കുടുംബങ്ങളിൽ നിന്ന് ഭിന്നത മാറാത്തത്. അത് മാറുവാൻ തക്കവണ്ണം ആ കുടുംബത്തിലുള്ളവർ മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം, ആ വാക്യം നിങ്ങൾ കേട്ട് കാണും. വർഷങ്ങളായി നാം കേട്ടിട്ടുള്ളതാണ്, ദേശമെമ്പാടും കേട്ടിട്ടുള്ളതാണ്. ഒരിക്കൽ മാമോദീസായിൽ മാനസാന്തരം പറഞ്ഞ് മൂറോന് മുദ്രയേറ്റവർ ഇനിയും മാനസാന്തരപ്പെടണം. സഹോദര, നീയും മാനസാന്തരത്തിലേക്ക് വരണം. ആ മാനസാന്തരം കൂടാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. യഹോവ നിന്നെ തൂക്കി നോക്കുന്നു. ജീവനുള്ള ദൈവം ആ രാജാവിനെ തൂക്കി നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാരണം ദൈവത്തിന്റെ കൃപ മാറിപ്പോകുന്നതാണെന്ന് ഓർക്കണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാം. ജീവനുള്ള ദൈവത്തിന്റെ കൃപ അനുഭവിച്ച മക്കൾ, മാനസാന്തരപ്പെട്ട മക്കൾ, മാനസാന്തരത്തിനെതിരായ പ്രവൃത്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. ഗലാത്യ ലേഖനം 5-4 വായിച്ചു നോക്കാം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ഞങ്ങളോ വിശ്വാസത്താൽ. കൃപയിൽ നിന്ന് വീണുപോയി മനുഷ്യൻ, ജീവനുള്ള ദൈവത്തെ വിട്ടുപോയി. ഊമവിഗ്രഹങ്ങളിലേക്ക്, ഹീറോ വർഷിപ്പിലേക്ക്, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ ദൈവമായി കാണാൻ തുടങ്ങി. കുട്ടി ദൈവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ദൈവത്തിന്റെ പണം അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവകൃപ അനുഭവിച്ചവർ ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അവൾ കൃപയിൽ നിന്ന് വീണുപോയി. സഹോദരങ്ങളെ, നിങ്ങൾ കൃപയിൽ നിലനിൽക്കണം, ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദൈവരാജ്യത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. കൃപയിൽ നിൽക്കുന്ന അനുഭവമുണ്ട്, കൃപയിൽ നിന്ന് വീണുപോകുന്ന അനുഭവമുണ്ട്. കൃപയിൽ നിന്ന് വീണുപോയി. അങ്ങനെ രാജാവിനെ ദൈവം തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടു. രാജാവ് സ്വപ്നം കണ്ട് ഭയപ്പെട്ടുപോയി. അപ്പോഴാണ് ഒരു നല്ല ഭാര്യ ഉണ്ടായിരുന്നു രാജാവിന്. ഭാര്യ ഒരു ഉപദേശം കൊടുത്തു. അതാണ് അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യം വായിച്ചു നോക്കാം. രാജാവ് ദീർഘായുസായിരിക്കട്ടെ. തിരുമനസ്സുകൊണ്ട് വിചാരങ്ങളാൽ പരവശനാകരുത്. മുഖഭാവം മാറുകയുമരുത്. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പന്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ കണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭാര്യ വന്നൊരു നല്ല ഉപദേശം കൊടുത്തു. തിരുമേനി, അപ്പന്റെ കാലം ഓർക്കുന്നുണ്ടോ?
നിന്റെ അപ്പനായ നെബൂഖദ്നേസറിനെ ഓർക്കുന്നുണ്ടോ? അപ്പൻ നിഗളിച്ചു പോയി, അപ്പൻ അഹങ്കരിച്ചു പോയി, അപ്പൻ നിഗളിയായപ്പോൾ അപ്പന് കേടുവന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? അന്ന് അപ്പന് നല്ല ആലോചന പറഞ്ഞു കൊടുക്കാനായിട്ട് ഉത്കൃഷ്ട മാനസനായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. ആ ദൈവദാസനെ നീ വിളിക്ക്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്. ആ ഭാര്യയ്ക്ക് ഭർത്താവിന് ദൈവത്തെ വചനത്തിലേക്ക് ചേർക്കാനുള്ള ഒരു മനസ്സുണ്ടായി. ദൈവമക്കളെ, നമുക്കെല്ലാം നമ്മുടെ പിതാക്കന്മാരുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതാണ് ആ ഭാര്യ എന്ന് പറഞ്ഞത്. കുടുംബത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ വല്ല പാഠവും? കുടുംബത്തിൽ അപ്പൻ നടന്ന വഴി, ആ വഴിയിലേക്കാണോ പോകണത്? അവിടെ നിന്ന് പാഠം പഠിക്കണം. പ്രിയപ്പെട്ടവരെ, സ്നേഹമുണ്ടെങ്കിൽ ഉപദേശിക്കണം, സ്നേഹമുണ്ടെങ്കിൽ ദൈവവചനത്തിലേക്ക് തിരിക്കണം. ആ ഭാര്യ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൻ്റെ കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പൻ ദൈവത്തോട് മത്സരിച്ച് അഹങ്കാരിയായി പുല്ല് തിന്ന് കിടന്ന കാലത്ത് ആ ഉത്കൃഷ്ട മാനസനായ ദാനിയേല് ആ പ്രവാചകൻ പറഞ്ഞത് കേട്ടു, അനുസരിച്ചു, വിനയപ്പെട്ടത് കൊണ്ട് ആ മാറിയത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നരങ്ങിയ പോലെ. അതാണ് ഭാര്യമാർ ചെയ്യേണ്ടത്, ഭർത്താവ് ചെയ്യേണ്ടത് അതാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയം പതറിയിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കണം, അവരെ ഉയർത്തിയെടുക്കണം, അവരെ ഉയർത്താൻ നോക്കണം. അവനെ ഇടിച്ചു താഴ്ത്തുകയല്ല. പരിഭ്രമത്തിൽ ഒരു നല്ല ആലോചന പറഞ്ഞു കൊടുത്തു. പക്ഷേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് എന്താ പറയുന്നത്? സക്കറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുന്നു. എന്താണ് സക്കറിയാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം എന്താണ് ഓർപ്പിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയി തീരരുത്. എല്ലാ കാര്യത്തിലും പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്ന് ജീവിച്ച ഒരു കുടുംബം നമുക്കുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്. നമ്മുടെ എല്ലാം കുടുംബ പാരമ്പര്യങ്ങൾ ദോഷമുള്ളതാണ്. ആ പാരമ്പര്യത്തിലേക്ക് പോകരുത്. നിങ്ങൾ ഇന്നെങ്കിലും മനസ്വാതന്ത്ര്യപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരണം, തിരിഞ്ഞു ക്രിസ്തുവിലേക്ക് വരണം. പക്ഷേ ആ രാജാവിന് ഭാര്യ കൊടുത്ത ആലോചനയെല്ലാം കേട്ടെങ്കിലും ദൈവം കരുണ ചെയ്ത് അവനൊരു ഭാഗ്യവാനാകേണ്ടതായിരുന്നു. കാരണം അവന് നല്ലൊരു ആലോചന കിട്ടി. രാജാവേ, കാര്യത്തിൻ്റെ വാസ്തവം ഇതാണ്, ദൈവം തന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അനുദപിക്കാമായിരുന്നു, ആ രാജാവിന് അനുദപിക്കാമായിരുന്നു. അവൻ്റെ അപ്പൻ അനുദപിച്ചതായിരുന്നു. പക്ഷെ ഇവൻ അനുദപിച്ചില്ല. അന്ന് രാത്രി അവൻ കൊല്ലപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തൂക്കി നോക്കി അനുദപിക്കാൻ അവസരം കൊടുത്തു, അനുദപിച്ചില്ല, അവൻ കൊല്ലപ്പെട്ടു. ദൈവമക്കളെ, ഈ അനർത്ഥം നമുക്ക് സംഭവിക്കരുത്. ദൈവം നമ്മളെ തൂക്കി നോക്കുന്നത് നമുക്ക് തിരുത്താൻ അവസരം തരികയാണ്. തിരുത്താൻ മനസ്സ് വയ്ക്കാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഹൃദയത്തിലൊരു ബോധ്യം കിട്ടുന്നുണ്ട്, എനിക്കൊരു കുറവുണ്ട്, എനിക്ക് ചില കുറവുകളൊക്കെയുണ്ട്, എനിക്ക് ചില കാര്യത്തിലെല്ലാം കുറവുണ്ട്. അത് മനസ്സിലാക്കി കിട്ടുന്നതാണ് വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാകണം. കുറവുണ്ട്, അത് മനസ്സിലാക്കി കിട്ടണം. ഭാവിയായ എൻ്റെ എല്ലാ അനുഭവം അതാണ്. പ്രിയപ്പെട്ടവരെ, ശരിയെന്ന് കരുതിയെല്ലാം ജീവിച്ചു കിടന്ന കാലം ഓർക്കുന്നു. എന്നാൽ കുറവുകൾ ഓരോന്ന് മനസ്സിലാകാൻ തുടങ്ങുന്നു. ഇപ്പോൾ അധികം മനസ്സിലാകാൻ തുടങ്ങുന്നു. ഇപ്പോൾ അധികം പ്രിയപ്പെട്ടവരെ മൗനമായിരിക്കാൻ, പ്രിയപ്പെട്ടവരെ സാഹചര്യത്തിൽ മിണ്ടാതിരിക്കാൻ കർത്താവ് കരുണ തരുന്നു. ദൈവമക്കളെ, നമുക്ക് കുറവുകളുണ്ട്. ആ കുറവുകളെ ന്യായീകരിക്കാതെ ആ കുറവുകൾ തിരുത്താനുള്ള ആഗ്രഹത്തോടെ കാത്തിരിക്കുക. വീണ്ടും നമുക്കൊരു കുറവും കൂടെ വായിക്കാം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എൻ്റെ 17-ാം വാക്യം മുതലാണ് വായിക്കുന്നത്. എന്താണ് 17-ാമത്തെ വാക്യം? 10-17. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ അവൻ ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഓർക്കാറുണ്ട്, പലരുടെയും സാക്ഷ്യവും പ്രസംഗവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് നല്ല ആഗ്രഹമാണ്, സ്വർഗത്തിൽ പോകണം, ദൈവരാജ്യത്തിൽ പോകണം, അങ്ങനെ അവർ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നു, പ്രിയം വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോകണം എന്നൊക്കെ നല്ല ആഗ്രഹമാണ്. പക്ഷെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെ ശരിയാ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന്. പക്ഷേ കൂടെ ജീവിക്കുകയും കൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ആളാരാണെന്ന്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നല്ല ഗുരുവോ, ഞാൻ തിരുവനെ വായിക്കാൻ ഞാൻ എന്ത് ചെയ്യണം?
കർത്താവ് അവനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവനോട്, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ പിന്നെ വന്നെ ഒരു കുറവ്. പ്രിയപ്പെട്ടവരെ, അവന് സ്വർഗത്തിൽ പോകാൻ ഒരു കുറവുണ്ടായിരുന്നു. ദൈവത്തിലെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു കുറവുണ്ട്. സ്വർഗത്തിൽ പോകാൻ നിനക്കൊരു കുറവുണ്ട്. അതാണ് കർത്താവിന്റെ സ്നേഹം അവന് പറഞ്ഞു കൊടുത്തു. ദൈവമക്കളെ, ബാഹ്യമായ ചിലതെല്ലാം കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന് അവൻ കരുതി. അവന്റെ ഭക്തി ഹൃദയത്തിലുള്ളതായിരുന്നില്ല, അവന്റെ ഭക്തി പുറമേയുള്ളതായിരുന്നു. അവന്റെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന കർത്താവ് അവന് പറഞ്ഞു കൊടുത്തു, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളത് ഉപേക്ഷിച്ച് നിനക്ക് എൻ്റെ പിന്നാലെ വരണം. പ്രിയപ്പെട്ടവരെ, കാരണം അവന്റെ ഭൗതികമായ സമ്പത്ത്, പലപ്പോഴും നമ്മുടെ ഭൗതികമായ സമ്പത്തും ഉയർച്ചയും വിദ്യാഭ്യാസവും പഠിപ്പും പാണ്ഡിത്യവും എല്ലാം നമ്മുടെ ആത്മാവിന്റെ അവസ്ഥയെ തിന്നുകളയുന്ന അവസ്ഥയാണ്. യോസേപ്പിന്റെ കാലത്ത് ഫറവോ കണ്ട സ്വപ്നം പോലെയാണ്. തടിച്ചു കൊഴുത്ത പശുക്കൾ, പിന്നീട് മെലിഞ്ഞ 7 പശുക്കൾ കയറി വന്നു. എന്ത് ചെയ്തു? മെലിഞ്ഞ പശുക്കൾ എന്ത് ചെയ്തു? തടിച്ചു കൊഴുത്ത പശുക്കളെ തിന്നുകളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് മാനസാന്തരപ്പെട്ട നിന്റെ മാനസാന്തര അനുഭവം ഇപ്പോഴുണ്ടോ സഹോദര? ഒരു കാലത്ത് പാട്ടുപാടിയതിന്റെ അനുഭവം, ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി ഓടിയതിന്റെ അനുഭവം ഇക്കാലത്തുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു കാലത്ത് ആത്മീയത്തെ തിളപ്പുണ്ടായിരുന്നു, എന്നാൽ പിന്നാലെ വന്നത് ആത്മീയത്തിൽ ക്ഷീണിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഒരു കുറവ് നിനക്കുണ്ട്. എല്ലാം വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറാകണം. എല്ലാം വിട്ട് പൂർണ്ണമായി കർത്താവിന് വിനയപ്പെടാനായിട്ടുള്ളതായ ഒരു മനസ്സ് വരണം. പ്രിയപ്പെട്ടവരെ, ഒരു കുറവ് നിനക്കുണ്ട്. അനേക കുറവുകളെ കുറിച്ച് നാം കേട്ടു. പ്രിയപ്പെട്ടവരെ, ശാന്തമായി നമ്മുടെ പുസ്തകം നടത്തി വെച്ചിട്ടൊന്ന് നോക്കാം. ഒരു കുറവ് നിനക്കുണ്ട്. ദൈവമക്കളെ, കല്യാണം കഴിക്കാൻ ഒരു കുറവുമില്ല, കുഞ്ഞുങ്ങൾ പിറക്കാൻ ഒരു കുറവുമില്ല, ജോലി ലഭിക്കാൻ ഒരു കുറവുമില്ല, സ്ഥലം മേടിക്കാൻ ഒരു കുറവുമില്ല, ഒന്നിനും കുറവില്ല. പക്ഷേ സ്വർഗത്തിൽ പോകാൻ നിനക്കൊരു കുറവുണ്ട്. അത് മാത്രമേ നിനക്കൊരു കുറവുള്ളൂ. ബാക്കി എല്ലാം നിനക്ക് ലഭിക്കും. പക്ഷേ സ്വർഗരാജ്യം മാത്രം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. സ്വർഗരാജ്യത്തിലെത്താൻ മാത്രം നിനക്ക് സാധിക്കാതെ പോകും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം അവന് തുറന്നു പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ദുഃഖിതരായി പോകരുത്. നിത്യനിയമത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം, എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിച്ചത്? വേറെ ആരും പുസ്തകം എടുക്കണമെന്നില്ല, ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ മതി. കർത്താവേ, എൻ്റെ കുറവ് ഏതാണ്? എവിടെയാണ് എൻ്റെ കുറവ്? അനേക കുറവുകളെ കുറിച്ച് ഞാൻ കേട്ടു. എവിടെയാണ് എൻ്റെ കുറവ്? ഒരു കുറവ് നിനക്കുണ്ട്. ദൈവം തൂക്കി നോക്കി അവനെ കുറവുള്ളവനായി കണ്ടു, തിരുത്താൻ അവസരം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവസരം കിട്ടി. അവൻ രാത്രി വരെ കാത്തിരുന്നു. അവൻ അവസരം കിട്ടി, തിരുത്തിയില്ല. അന്ന് രാത്രി അവൻ നഷ്ടപ്പെട്ടു പോയി, അവൻ കൊല്ലപ്പെട്ടു എന്ന് നാം വായിച്ചു. ദൈവമക്കളെ, ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് വാദിച്ചത്. മകനെ, നിനക്ക് നിത്യജീവൻ വേണം, നിനക്ക് ദൈവരാജ്യം വേണമെന്നുള്ളത് കൊണ്ടാണ് കുറവുകൾ ചൂണ്ടിക്കാണിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിനയപ്പെടാം. നമുക്ക് എന്താണ് വാക്യം വായിച്ചു കേൾക്കാം. എന്താണത്? നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ നടക്കാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ അകത്ത് നടക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളെ ഒന്ന് തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിട്ടുകൊടുക്കാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തെ തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷിയെ തൊടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവവിളി കേട്ടല്ലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തൊടാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ അരികത്തോടെ നടക്കുന്നുണ്ട്, നിങ്ങളെ തൊട്ടുരുമി പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവിളി കേട്ടു.
ദൈവവചനം കേട്ടു, ദൈവസാന്നിധ്യം അനുഭവിച്ചു, കുറവുകൾ കേട്ടു, കുറവുകൾ മനസ്സിലാക്കി, കുറവ് തീർക്കുന്ന കർത്താവ് തൻ്റെ തിരുരക്തം ചിന്തിക്കൊണ്ട് നമ്മുടെ മധ്യത്തിലൂടെ നടക്കുന്നുണ്ട്. ആ രക്തം പുരണ്ട അങ്കിയുമായിട്ട്, ആ തിരുരക്തവുമായിട്ട് കർത്താവ് നടന്നു പോകുന്നുണ്ട്. ആരെല്ലാം കർത്താവേ എന്നെ കൂടെ ഒന്ന് തൊടണമേ, എന്നെ കൂടെ ഒന്ന് തൊടണമേ, ദൈവവിളി കേട്ടിട്ട് ദൈവമേ കുറവുള്ളവനായി മടങ്ങിപ്പോകാൻ എനിക്ക് ഇടവരല്ലേ, കുറവോടുകൂടെ പോകാൻ എനിക്ക് ഇടവരല്ലേ. സ്വർഗത്തിൽ പോകാനുള്ള ഒരു കുറവാണ് കുറവ്, ബാക്കി ഒന്നിനും നിനക്ക് കുറവില്ല സഹോദര, നിനക്ക് ഒന്നിനും കുറവില്ല. ശമ്പളത്തിന് കുറവില്ല, വരുമാനത്തിന് കുറവില്ല, പറമ്പിനും പുരയിടത്തിനും കുറവില്ല, ഒന്നിനും നിനക്ക് കുറവില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ പോകാൻ നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് തീർക്കാൻ വേണ്ടിയാണ് കർത്താവ് കാൽവരിയിൽ മരിച്ചത്, അതിനുവേണ്ടിയാണ് രക്തം ചിന്തിയത്, അതിനുവേണ്ടിയാണ് രക്തപ്പുഴ ഒഴുകിയത്, അതിനുവേണ്ടിയാണ് ഗോകുൽത്തായിലെ കാൽവരിയിൽ രക്തപ്പുഴ ഒഴുകിയത്. ആ രക്തപ്പുഴ നിങ്ങളുടെ അരികത്തുകൂടെ വരുന്നുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് കുറവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, എനിക്ക് തിരുത്താനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, എനിക്ക് മാറ്റാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, കർത്താവ് എനിക്ക് ഏറ്റു പറയാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, എനിക്ക് ഇനിയും ശുദ്ധീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെയുള്ളവർക്ക് അവരുടെ കരങ്ങളൊന്ന് ഉയർത്താവോ? കർത്താവ് ഒന്ന് കാണട്ടെ. എനിക്ക് തിരുത്താനുണ്ട്, എനിക്ക് കുറവുണ്ട്, എനിക്ക് തെറ്റുണ്ട്, എനിക്ക് പലതും മാറ്റം വരുത്താനുണ്ട്, പെരുമാറ്റത്തിൽ മാറ്റം വരുത്താനുണ്ട്, ഹൃദയത്തിൽ മാറ്റം വരുത്താനുണ്ട്. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും എനിക്ക് നല്ലത് ചെയ്യാൻ സാധിക്കുന്നില്ല. അയ്യോ, ഞാൻ ബലഹീനനാണ്, എനിക്ക് കഴിവ് കുറവുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനും കരങ്ങൾ ഉയർത്തുകയാണ്. ആരും കാണണ്ട. ഇത് കുറവുള്ളവരുടെ യോഗമാണ്, ഇത് ബലഹീനതയുള്ളവരുടെ യോഗമാണ്, ഇത് കുറവുകൾ അറിയാവുന്നവരുടെ യോഗമാണ്. നമ്മുടെ കുറവുകളാണ് അവൻ കാണിച്ചു തന്നത്. അത് നിറയ്ക്കാൻ വേണ്ടിയാണ്, കഴുകാൻ വേണ്ടിയാണ് കർത്താവ് വിളിച്ചുകൊണ്ട് വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നിങ്ങളെ കഴുകുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. നിന്റെ മലിനത മാറ്റാൻ ആഗ്രഹമുണ്ട്, നിന്റെ രോഗം മാറ്റാൻ ആഗ്രഹമുണ്ട്, നിന്റെ നാവിൽ തൊടാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, അതിൽ ശാപവാക്ക് മാറ്റാൻ കർത്താവിന് ആഗ്രഹമുണ്ട്, നന്മകളാൽ നിറയ്ക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ആരുണ്ട്? എന്നെയും കൂടെ ഒന്ന് തൊടണമേ, എന്നെയും കൂടെ ഒന്ന് ആശീർവദിക്കണമേ, എന്നെയും കൂടി ഒന്ന് തൊടണമേ. എന്റെ കുറവ് പരിഹരിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് വിടണമേ, കുറവില്ലാത്തവനായി എന്നെ എഴുന്നേൽപ്പിച്ച് വിടണമേ. ആരെല്ലാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ കുറവുള്ളവനായിട്ട് ഞാൻ വന്നു, കുറവില്ലാത്തവനായി യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം കുറവ് പരിഹരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോകാൻ സഹോദരാ നിനക്ക് ആഗ്രഹമുണ്ടോ? യേശു ഇതാ നിന്നെ വിളിക്കുന്നു. നിന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല, ക്രിസ്തുവിന്റെ കഴിവിനാൽ, അവന്റെ രക്തത്താൽ നിന്നെ മലിനത മാറ്റി, കുറവ് മാറ്റി നിന്നെ പറഞ്ഞയക്കാൻ കർത്താവ് ഇതാ അടുത്തേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾ അവനെ വിളിക്കുവീൻ, അവനോട് പറയുവീൻ, കർത്താവേ എന്റെ കുറവ് പരിഹരിച്ച് എനിക്ക് യോഗ്യത തരണമേ. ഇന്ന് രാത്രി കടന്നുപോയ ദൈവരാജ്യത്തിലെത്താൻ എനിക്ക് കുറവില്ലാത്തവനായി എന്നെ പറഞ്ഞയക്കണമേ. ഇന്ന് രാത്രി കടന്നുപോയാൽ കർത്താവെ, കടന്നു പോകുമ്പോൾ കുറവ് പരിഹരിക്കപ്പെട്ടവനായി പോകാൻ എന്നെ ബലപ്പെടുത്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ ദാതാവ് ഇറങ്ങി വന്നിരിക്കുന്നു, ആശ്വാസപ്രദം കടന്നു വന്നിരിക്കുന്നു. ആത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ മലിനത മാറ്റണമേ, പരിശുദ്ധാത്മാവേ കുറവുകൾ പരിഹരിക്കണമേ, പരിശുദ്ധാത്മാവേ ഇവരുടെ കുടുംബങ്ങളെ ശക്തീകരിക്കണമേ, ഇവരുടെ ബലഹീനതയ്ക്ക് പരിഹാരം വരുത്തണമേ, ഇവരുടെ മേൽ പൊരുന്നീ അവസിക്കണമേ, ഇവരുടെ രോഗങ്ങളെ മാറ്റണമേ, ശാപങ്ങളെ മാറ്റണമേ. കർത്താവേ, ഇവരുടെ മലിനത മാറ്റണമേ. ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ഇവരെ പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ വ്യക്തിയായി പ്രിയപ്പെട്ടവരെ കുറവുള്ളവരായി കടന്നു വന്നു. കുറവ് മാറിയവനായി, ക്രിസ്തുവിന്റെ രക്തത്താൽ കുറവ് പരിഹരിക്കപ്പെട്ടവനായി നമുക്ക് കടന്നു പോകാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന സമയത്തിനായി സ്തോത്രം. കുറവുണ്ട് കർത്താവേ, സമ്മതിക്കുന്നു കർത്താവേ, കുറവുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് ഇരുതുള്ളി കണ്ണുനീരിന് ഈ പാപത്തിന് പരിഹാരം തരണമേ കർത്താവ്. കുറവുണ്ട് കർത്താവേ, കുറവില്ലാത്തവനായി പറഞ്ഞയക്കണമേ. കടന്നു പോകുമ്പോൾ ദൈവരാജ്യം തരണം. അബ്രഹാം സമാധാനത്തോടെ മരിച്ചു, ദാവീദ് മരിച്ചു, അവന്റെ പിതാക്കന്മാരോട് ചേർന്നു. കർത്താവെ, വലത്തെ ഭാഗത്തെ കള്ളൻ ദൈവരാജ്യത്തിന് യോഗ്യനായി മരിച്ചു. ഭാഗ്യവാനായ പൗലോസ് നല്ല പോർപ്പെടുത്തി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു നീതിയുടെ കിരീടത്തിനായി മരിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ തരണം. സമാധാനമുള്ള ജീവിതം, സമാധാനമുള്ള അവസാനം, സമാധാനമുള്ള കുടുംബം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പർപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോട് കെടുത്തരം തരുമാറാകണമേ.